സെവൻ സീറ്റർ സെഗ്മെന്റ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സെവൻ സീറ്റർ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് എല്ലാവർക്കും കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ കാറാണ് പരിചയപ്പെടുത്തുന്നത്. അതും 1000 cc ഉള്ള വാഹനമായ കാരണം കൊണ്ട് തന്നെ നല്ല മൈലേജ്, എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കിട്ടുന്ന എല്ലാം തികഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുള്ളത് റെനൾട്ടിൻ്റെ ട്രൈബർ എന്ന് പറയുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണുള്ളത്. അപ്പോൾ ഇതൊരു RXL എന്ന് പറയുന്ന വേരിയൻറ്റിൽ വെട്ടിട്ടുള്ള ഒരു വാഹനമാണ്. ബേസ് മോഡലാണ് വാഹനം വരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഫിറ്റ്മെൻറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെവൻ സീറ്റർ വാഹനം യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന 2021 വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതുകൂടാതെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് 7 ആൾക്കാരെ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ട്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വാഹനം ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്രൊജക്ടർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആക്സസറീസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ ഒരു വാഹനം നമ്മൾക്ക് എത്തിച്ചിട്ടുള്ളത് കമ്പനി. ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാലും വളരെ നീറ്റായിട്ട് തന്നെയാണ് സൈഡ് പ്രൊഫൈലുകളും അതുപോലെ തന്നെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാതും കീപ്പ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു ക്രോമിൻ്റെ അലൈൻമെൻറ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീൽ കപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബേസ് വേരിയൻ്റ് ആണെങ്കിൽ തന്നെ ഈ ഒരു വാഹനത്തിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇൻറ്റീരിയറും ഈ ഒരു വാഹനത്തിൻ്റെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഫീച്ചേഴ്സ് വൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ നമുക്ക് സ്റ്റീരിയോ, AC, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 2021 വരുന്ന ഈ ഒരു വാഹനം, അതും ഒരു 7 സീറ്റർ വാഹനം, നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5,80,000 മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. 16,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. ഇനി നമുക്ക് കസ്റ്റമർക്ക് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി പോലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൂടാതെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കൂടുതൽ വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.